ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മസാല ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ മതി. പിന്നെ കുരുമുളകിൻ്റെ പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചിക്കന് പൊരിച്ചതോ അല്ലെങ്കിൽ വേവിച്ചതോ ആയിട്ടുള്ള ചിക്കൻ ചേർക്കുക. അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വേവിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി കുരുമുളകിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ദോശമാവ് ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. ഈ ചുറ്റുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് തുമ്മാൻ വന്ന്, അപ്പോൾ ആ ഫ്ലോ ഒന്ന് അങ്ങ് പോയി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി ഞാൻ തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സൂപ്പറായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ മസാലല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മടക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. സാധാരണ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള മസാല ആണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ അതിന് പകരം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും കൊണ്ട് ഇങ്ങനെ ഒരു മസാല തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാം.